മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായി തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ കെ.ആർ. സുനിലിൻ്റെ രചനയിൽ എം. രഞ്ജിത്തിൻ്റെ നിർമ്മാണത്തിൽ ജേക്സ് ബിജിയുടെ മ്യൂസിക്കിൽ പുറത്തു വന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് തുടരും. മോഹൻലാൽ, ശോഭന, തോമസ് മാത്യു, ബിനു പപ്പൻ, പ്രകാശ് വർമ്മ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ചിത്രം തിയേറ്ററോട് റിലീസായിരിക്കുകയാണ്. തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണുകയും ചെയ്തു. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓരോ മലയാളികളുടെയും സന്തോഷത്തിലും സങ്കടത്തിലും ആർമാദിപ്പിലും ആഘോഷത്തിലും എല്ലാം നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു പേരാണ് മോഹൻലാൽ, ലാലേട്ടൻ. ആ ലാലേട്ടൻ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഇല്ല, ആ പഴയ ലാലേട്ടൻ ഇല്ല നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ആ പഴയ സ്കില്ലില്ല, ലാലേട്ടൻ്റെ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാൻ സാധിക്കുന്നില്ല, ലാലേട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് വരുന്നില്ല, നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നില്ല, നല്ല സ്ക്രിപ്റ്റുകൾ എടുക്കുന്നില്ല, പുതിയ ഡയറക്ടേഴ്സിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല. ഒരുപാട് നെഗറ്റീവുകൾ ഓരോ സിനിമയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ പുള്ളി തുടരും എന്ന് പറയുന്നൊരു സിനിമ എടുത്ത് നമ്മുടെ മുമ്പിലോട്ട് നീട്ടിയിട്ട് പറയുകയാണ്, ലാലേട്ടൻ ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇനിയും തുടരും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലായിപ്പോയി ഈ സിനിമ. ഗംഭീരം എന്നൊരു വാക്ക് പറഞ്ഞാൽ വളരെയധികം ചെറുതായി പോവും. കണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും അത്രയേറെ വാല്യൂ നൽകുന്നൊരു സിനിമയായിപ്പോയി. ഗംഭീരം 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 അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അതായിരിക്കും ഈ സിനിമ. അത്രമേൽ മനോഹരമായി ഇതിനെ ഒരുക്കിയ തരുൺ മൂർത്തിക്ക് ഒരു വലിയ കൈയടി കൊടുക്കണം. ഒരു ഫാൻ ബോയ് എങ്ങനെയാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. കാരണം അത്രയേറെ അദ്ദേഹം സ്നേഹിക്കുന്ന ആൾക്ക് എത്രത്തോളം നെഗറ്റീവ്സ് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നെഗറ്റീവ്സ് ഇപ്പം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നുണ്ടോ, ആ നെഗറ്റീവ് സാധനങ്ങളെ സിനിമയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു കൗണ്ടറായിട്ട് ഓരോ നർമ്മം നൽകുന്ന രീതികളിലായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് ആ ഒരു പഴയ ലാലേട്ടൻ ഞാൻ പറയുന്നില്ല, തരുൺ മൂർത്തിയും പറഞ്ഞത് പഴയ ലാലേട്ടൻ അവിടെ നിൽക്കട്ടെ, പുതിയൊരു ലാലേട്ടനെ തന്നതിന് ഒരുപാട് നന്ദി. ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് ഒഴുക്കിയ കെ.ആർ. സുനിലിനും ഗംഭീരമായിട്ടൊരു കൈയ്യടി തന്നെ കൊടുക്കണം. സൂപ്പർബായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിംഗ് സൈഡാണ്. ഓരോ ക്യാരക്ടറിനും ഓരോ പ്രോപ്പർട്ടിക്കും ഈ സിനിമയിൽ അതുപോലൊരു വാല്യൂ ഉണ്ട്. ഒരു വണ്ടിയാവട്ടെ, ആ വീട്ടിലെ പട്ടിയാവട്ടെ, അതിനൊക്കെ ഒരുപാട് വാല്യൂസ് നൽകിക്കൊണ്ട് ആ കഥാപാത്രങ്ങൾ അവരെ കൂടി കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. സൂപ്പർബായിട്ട് ആ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. ആ എഴുതി വെച്ച കാര്യം ഗംഭീരമായിട്ട് മെയ്ക്ക് ചെയ്ത് തരുൺ മൂർത്തി വെച്ചിട്ടുണ്ട്. ആ മെയ്ക്ക് ചെയ്തപ്പം തരുൺ മൂർത്തിക്ക് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിൻ്റായിട്ട് വന്ന നല്ലൊരു പെർഫോമിംഗ് ആയിട്ടുള്ള ലാലേട്ടനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ലാലേട്ടൻ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു വെച്ചു. ഗംഭീരമായിട്ട് ശോഭന മാമും അവരുടെ റോള് ഗംഭീരമായിട്ട് ചെയ്തു. തോമസ് മാത്യു അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തു. ബിനു പപ്പൻ ഗംഭീരമായിട്ട് ചെയ്തു. എസ്പെഷ്യലി പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആക്ടർ പൊളിച്ചടുക്കിയിട്ടുണ്ട് പുള്ളി. എല്ലാവരും ഈ സിനിമയിൽ വന്ന് നിന്ന് പോയ എല്ലാവരും തന്നെ അവരുടെ റോളുകൾ ഗംഭീരമായി ചെയ്യുകയും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ സൂപ്പർ ഫീൽ നൽകിയ, സിനിമ തീർന്നിട്ടും തിയേറ്റർ വിട്ടു പോരാൻ മനസ്സനുവദിക്കാത്ത രീതിയിലേക്ക് അവിടെ പിടിച്ചിരുത്തുന്ന ഒരു മാജിക് അവിടെ സിനിമയിലുണ്ടായി. അത് ജെയ്ക്സ് ബിജിയുടെ മ്യൂസിക്കിലാവട്ടെ, നമ്മുടെ മരണപ്പെട്ടു പോയ നിഷാദ് യൂസഫിൻ്റെ എഡിറ്റിങ്ങിലാവട്ടെ, തരുൺ മൂർത്തിയുടെ മേക്കിങ്ങിലാവട്ടെ, ഗംഭീരം. ഷാജി കുമാറിൻ്റെ ക്യാമറ വർക്കിലാകട്ടെ ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം. ഈ സിനിമയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഈ നമ്മൾ റൈറ്റിംഗ് സൈഡിൽ യൂസ് ചെയ്യുന്ന, ഞാൻ മുമ്പ് നമ്മുടെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനം കോട്ട് ചെയ്ത് ആദ്യം പോയിട്ട് അത് എങ്ങനെ വീണ്ടും ആ സർക്കിളിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള കുറേ മാജിക്കൽ പരമായിട്ടുള്ള റൈറ്റിങ്സ്, ആ സാധനമൊക്കെ ഈ സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചു. അതിന് ഭയങ്കര മീനിങ് ഫുള്ളായിട്ട് കൊടുക്കുകയും അത് ഭയങ്കര ഡെപ്തിലേക്ക് പെട്ടെന്ന് ഹേർട്ട് ആകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനും ഒക്കെ സാധിച്ചത് ഭയങ്കര മികച്ചൊരു റൈറ്റിംഗ് സെക്ഷൻ ഇവർ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ടാണ്. ഒരിക്കലും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സ്റ്റാറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തൊരു സിനിമയല്ല ഇത് തരുൺ മൂർത്തിയുടെ ഒരു കഥയിലേക്ക് ലാലേട്ടനെ എന്ന ആക്ടറിനെ കൊണ്ടുവച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗംഭീരമായിട്ട് ഇതിൻ്റെ ഓരോ സെക്ഷനും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്.
VFX സൈഡാകട്ടെ, വിഷ്വൽ സൈഡാകട്ടെ, ഷാജി കുമാറിൻ്റെ ക്യാമറ സൈഡാകട്ടെ, ജെക്സ് ബിജിയുടെ മ്യൂസിക് ആകട്ടെ, മ്യൂസിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ടോപ്പ് നോച്ച് സാധനമാണ്. ജെക്സ് ബിജിയുടെ ഒരു വെറൈറ്റി സാധനം സൂപ്പർബായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ടെക്നീഷ്യൻസിനെ എടുത്ത് പറഞ്ഞാലും അവർ ഒന്നിനൊന്നിനും മെച്ചമായിട്ട് 100% ഔട്ട് കൊടുത്ത ഒരു സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. ഇതിൻ്റെ ജൈത്രയാത്ര തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊരു ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗമായി മാറി. ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. സൂപ്പർ, വേറെ വാക്കുകളില്ല ഇതിനെക്കുറിച്ച് പറയാൻ. ഇനി പറഞ്ഞ് നമ്മളെ കുളമായി പോവും. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ വാച്ചിനുള്ള ഒരു മുതൽ തന്നെയാണ്. ഇത് OTT വരുമ്പോൾ കാണുക, ഒരു കുഞ്ഞി ഫാമിലി പടമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരുപാട് സർപ്രൈസുകൾ സിനിമയിൽ ഇരിപ്പുണ്ട്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ അത്രയേറെ വാല്യൂ നൽകുന്ന ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്ന, മനസ്സിൽ തട്ടുന്ന, ഒരു വിങ്ങലുണ്ടാക്കുന്ന ഒരു മനോഹരമായ ലാലേട്ടൻ ചിത്രമാണ് തുടരും. പോയി കണ്ടു നോക്കുക. അവർ ആദ്യം തുടരിൻ്റെ പോസ്റ്റർ ഇറക്കിയപ്പോൾ പറഞ്ഞു അതിലൊരു തുന്നിക്കെട്ടുണ്ടെന്ന്. എന്താണ് ആ തുന്നിക്കെട്ടെന്ന് കാണാൻ നിങ്ങൾ സിനിമയിലേക്ക് പോവുക, കണ്ട് മനസ്സിലാക്കുക, കണ്ട് എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരിക, നെഞ്ച് വിരിച്ച് ഇറങ്ങി വരുന്നു എന്നൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു, കേട്ടിട്ടുണ്ടല്ലോ ഒരു ഡയറക്ടർ. അത് സത്യമായത് ഇവിടെയാണ്. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാനൊരു ലാലേട്ടൻ ഫാൻ ആണോടാ എന്ന് പറയുന്നതിലൊരു, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിപ്പടം പൊട്ടിയപ്പോഴും, ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു സന്തോഷമുണ്ടല്ലോ നമ്മുടെ ആ ലാലേട്ടനെ തിരിച്ച് കണ്ടതിൻ്റെ. ആ സീനുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞ സ്പോയിലറായി പോവും. ഉണ്ട് സംഭവം, ഇറുക്ക് നമ്മൾ തൂക്കി, അതെന്നെ പറയാം. മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഞാനിപ്പോൾ ഒഡീഷയിലാണുള്ളത്. ഒഡീഷയിലെ സിനിപോളിസ് തിയേറ്ററിലാണ് ഞാൻ സിനിമ പോയി കണ്ടത്. രാത്രി 10:30 ഷോ. പടം കഴിഞ്ഞതാ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ സമയം ഇപ്പോൾ 2 മണിയാണ് റൂമിൽ വന്ന സമയം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാൻ. അപ്പം കൂടുതൽ പറയുന്നില്ല, കാരണം നാളത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. നാളെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, പക്ഷേ അതിൻ്റെ ആ ഒരു ഫീലോട് കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ആ വീഡിയോ ചെയ്തത്. പോയി കാണുക. ഇത്ര പറയാനുള്ളൂ. ഓൾറെഡി കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.